ഉൽപ്പത്തി 42:36 യാക്കോബ് വിലപിച്ചു, യാക്കോബ് കരഞ്ഞു, എൻ്റെ മക്കളെ നിങ്ങൾ എനിക്ക് നഷ്ടപ്പെടുത്തി. ജോസഫ് നഷ്ടപ്പെട്ടു, സിമെയോനും പോയി, ഇനി നിങ്ങൾ ബെഞ്ചമിനെയും കൊണ്ടുപോകും, എല്ലാം എനിക്ക് പ്രതികൂലമായിരുന്നു. ഒരു മനുഷ്യയുദ്ധം മുഴുവൻ ഒരു സ്റ്റേറ്റ്മെന്റിൽ ഒതുക്കി വെച്ചേക്കാണ്. യാക്കോബ് വിലപിച്ചു. നമുക്കുണ്ടോ വിലാപം? യാക്കോബ് വിലപിച്ചു, എൻ്റെ മക്കളെ നിങ്ങൾ എനിക്ക് നഷ്ടപ്പെടുത്തി. ജോസഫ് നഷ്ടപ്പെട്ടു എന്നുവെച്ചാൽ ചിലത് കയ്യിൽ നിന്ന് പോയി, ചിലത് മറ്റുള്ളവർ കളഞ്ഞു. സിമെയോനും പോയി, ഇനി ബെഞ്ചമിനെ നിങ്ങൾ കൊണ്ടുപോകും എന്നുവെച്ചാൽ ഇത്രയും കാലം എനിക്ക് സഹനം ഉണ്ടായി, ചിലത് പോയി, ഇനിയും പോകും. അവസാനത്തെ സ്റ്റേറ്റ്മെന്റ്, എല്ലാം എനിക്ക് പ്രതികൂലമായിരുന്നു. സങ്കടങ്ങൾ മാത്രമേ ഉള്ളൂ. യാക്കോബ് പറയാം, ഈ മരണക്കടക്കയിൽ കിടന്ന് സങ്കടത്തിന്റെ ആധിക്യത്തിൽ കിടന്ന് പറയാണ്, എനിക്ക് മുഴുവൻ ദുഃഖങ്ങളാണ്. പക്ഷെ എന്നിട്ട് ക്ലൈമാക്സിൽ അനുഗ്രഹിച്ചുകൊണ്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. 48 അധ്യായത്തിൽ അതിൻ്റെ 15 വാക്യം. അവൻ ജോസഫിനെ അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ പിതാക്കന്മാരായ അബ്രഹാമും ഇസ്ഹാക്കും ആരാധിച്ചിരുന്ന ദൈവം ഇന്ന് വരെ എൻ്റെ ജീവിതകാലം മുഴുവൻ എൻ്റെ ഇടയനായിരുന്ന ദൈവം. ഒന്ന് അടയാളപ്പെടുത്തി കേട്ടോ ആ സ്റ്റേറ്റ്മെന്റ്. ഇന്ന് വരെ എൻ്റെ ജീവിതകാലം മുഴുവൻ എൻ്റെ ഇടയനായിരുന്ന ദൈവം. അത് പോയി, ഇത് പോയി, ഇനിയും പോകും, പക്ഷെ ഇന്ന് വരെ എൻ്റെ ഇടയനായ ദൈവം. പറഞ്ഞേ ഹല്ലേലൂയ. ആ ഇന്ന് വരെ ഇടയനായെങ്കിൽ ഇനിയും ഇടയനാകും, നയിക്കും. ഒറ്റ കാര്യം, ഈശോ നമ്മളെ വിടത്തില്ല, അവൻ്റെ വിശ്വസ്തത പോകത്തില്ല. നമ്മൾ ഒറ്റ കാര്യം ചെയ്യുന്നത് അവസാനം വരെ പിടിച്ചു നിൽക്കും.